നമ്മൾ ധനുഷ്കോടിയിൽ നിന്ന് രാമേശ്വരത്തേക്ക് പോകുന്ന വഴിയിൽ രണ്ട് സൈഡും കടലാണ്, നടുക്കിക്കോട് റോഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ പാതയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിശന്നു. അപ്പോൾ നമ്മൾ നേരെ ഐലൻഡ് ഫിഷ് എന്നുള്ളൊരു ഫിഷ് ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്രഷ് ഫിഷ് കണ്ടു. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത് ഒരു സ്ക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂന്തൽ. അത് പല സ്ഥലത്തും പല പേരുകളും പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ സ്ക്വിഡും കൂന്തലും എന്നുള്ള പേര് മാത്രമേ നമ്മൾ സുപരിചിതമായിട്ടുള്ളൂ. പിന്നെ നമ്മൾ കണ്ടത് കുറച്ച് വലിയ മീനാണ്. വലിയ മീനിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. നമുക്ക് എന്തെങ്കിലും സുമേഷിനെ രതീഷിനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിക്കാം. നമ്മൾ 2 മീനെടുത്ത് അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് തരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ കഥയൊക്കെ പറഞ്ഞു വന്നപ്പോൾ പഴനി അക്കയുടെ അടുത്ത് നമ്മൾ കഥകളൊക്കെ ചോദിച്ചു വന്നപ്പോൾ അക്ക പറഞ്ഞു അക്ക പഴനി പോയിട്ട് വന്നിട്ടുള്ളൂ. നമുക്ക് പഴനിയക്ക നമ്മുടെ വീട്ടിലുണ്ടാക്കണ പോലെ തന്നെ നമ്മൾ ഫ്രഷായിട്ട് കൊണ്ടുവന്ന് അത് ഫ്രഷായി ക്ലീൻ ചെയ്ത് അതെല്ലാം ഫ്രഷായി തന്നെയാണ് നമുക്ക് ഉണ്ടാക്കി തന്നിരുന്നത്. നമ്മൾ അക്കയോട് സംസാരിച്ച് വന്നപ്പോഴാണ് അക്ക നമ്മുടെ അടുത്ത് പറഞ്ഞത്, എനിക്കും ഈ കാര്യം വിവരം മുന്നേ തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് നമ്മുടെ ഒരു വശം ബംഗാൾ ഉൾക്കടലും പിന്നെ ഒരു വശം അറബിക്കടലാണ്. അതെനിക്ക് ഇവിടെ നിന്ന് വന്നിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു അറിവാണ്. ധനുഷ്കോടി എന്ന സ്ഥലത്തിന് ഗോസ്റ്റോൺ എന്നൊരു പേരും കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു സൈക്ലോൺ ഉണ്ടായിരുന്നു. അതായത് വർഷം എനിക്കറിയില്ല, പക്ഷേ ആ ടൈമിലത്തെ ആ സുനാമി കൊണ്ട് അവിടുത്തെ എല്ലാ സാധനങ്ങളും നാശനഷ്ടമായി. ഇപ്പോൾ അവിടെ ആകെ കൂടി അവശേഷിക്കുന്ന ഒരു പള്ളിയുടെ ഒരു അവശിഷ്ടം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളങ്ങനെ ഒരുപാട് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ച് നല്ല ഫുഡായിരുന്നു. കാരണം സ്പൈസിനെസ് ആയാലും സോൾട്ട്നെസ് ആയാലും എല്ലാം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ആയി. അതായത് ഓവർ സ്പൈസും ഇല്ല. അങ്ങനെ ഫിഷൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അതുപോലെ തന്നെ ഉൾക്കൊള്ളാൻ പറ്റി. അപ്പോൾ അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണാം. അഡിഗോസ് അമിഗോസ്.